അങ്ങനെ യാത്രയുടെ രണ്ടാമത്തെ അമ്പലം അല്ലെങ്കിൽ ക്ഷേത്രമായ കൂടൽമാണിക്യസ്വാമി ക്ഷേത്രത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. കൂടൽമാണിക്യസ്വാമി ക്ഷേത്രം എന്ന് പറയുന്നത് ശ്രീരാമന്റെ തൊട്ടടുത്ത അല്ലെങ്കിൽ ശ്രീരാമന്റെ ഇളയ അനുജനായ ഭരതസ്വാമിയുടെ ക്ഷേത്രമാണ്. കൂടാതെ ഇവിടെ നമ്മൾ പറയുന്ന മന്ത്രം എന്ന് പറയുന്നത് ഓം നമോ ഭഗവതെ സംഗമേശ്വരായ നമ. അങ്ങനെയാണ് അവിടെ നമ്മൾ ഉച്ചരിക്കുന്നത്. അതുമാത്രമല്ലാതെ വളരെ ബ്യൂട്ടിഫുള്ളായ ഒരു അമ്പലം കൂടെയാണ്. ആർട്ട് വർക്കിൻ്റെ കാര്യത്തിലും, പിന്നെ നമ്മൾ ഈ ട്രാവൽ ചെയ്ത നാലമ്പലത്തില് ഏറ്റവും വലിയ അമ്പലവും ഈ ഒരു കൂടൽമാണിക്യസ്വാമി ക്ഷേത്രമാണ്. ഒരു കാര്യം കൂടെ എടുത്തു പറയാനുണ്ട്. നമ്മൾ ഈ ട്രാവൽ ചെയ്യുന്ന 4 അമ്പലങ്ങളുണ്ട്. 4 അമ്പലത്തില്. ഈ 4 അമ്പലവും 4 ദേവസ്വത്തിൻ്റെ അണ്ടറിൽ വർക്ക് ചെയ്യുന്നതാണ്. 4 ദേവസ്വം എന്ന് ഞാൻ പറയാൻ കാരണം ഒന്നാമത്തെ അമ്പലം എന്ന് പറയുന്നത് ശ്രീരാമസ്വാമി ക്ഷേത്രം. അതായത് തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രം കൊച്ചിൻ ദേവസ്വത്തിൻ്റെ അണ്ടറിലാണുള്ളത്. രണ്ടാമത്തെ അമ്പലമായ കൂടൽമാണിക്യ സ്വാമി ക്ഷേത്രം എന്ന് പറയുന്നത് കൂടൽമാണിക്യ സ്വാമി അല്ലെങ്കിൽ കൂടൽമാണിക്യ ദേവസ്വം എന്ന് പറയുന്ന ഒരു ദേവസ്വം ഉണ്ട്. അതിൻ്റെ അണ്ടറിലാണ് വർക്ക് ചെയ്യുന്നത്. മൂന്നാമത്തെ ക്ഷേത്രമായ ശത്രുഘ്ന സ്വാമിയുടെ ക്ഷേത്രം എന്ന് പറയുന്നത് അവിടുത്തെ നാട്ടുകാരാണ് ആ ഒരു ക്ഷേത്രം നടത്തുന്നത്. നാലാമത് ലക്ഷ്മണസ്വാമിയുടെ ക്ഷേത്രം. ലക്ഷ്മണസ്വാമി ക്ഷേത്രം എന്ന് പറഞ്ഞാൽ തിരുവിതാംകൂറാണ്. സോ ഇത് എടുത്ത് ഞാൻ പറഞ്ഞതെന്ന് പറയുന്നത് ഞാനിവിടെ നോട്ട് ചെയ്ത കാര്യമാണ്. ഉള്ളതിൽ ഏറ്റവും വലിയ ക്ഷേത്രമെന്ന് പറയുന്നത് കൂടൽമാണിക്യ സ്വാമി ക്ഷേത്രം തന്നെയാണ്. സോ ഈ ക്ഷേത്രത്തിൽ മറ്റൊരു പ്രത്യേകതയുണ്ട്. നിങ്ങൾക്ക് ടീ-ഷർട്ട്, ഷർട്ട്, പാൻറ് ഒന്നും ധരിച്ച് കയറാൻ പാടില്ല. മുണ്ടുടുക്കണമെന്നുള്ളത് കമ്പൽസറിയാണ്. സോ നാലമ്പല ദർശനത്തിൽ വരുന്ന എല്ലാവരും മുണ്ടുടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഫ്ലെക്സിബിളായിട്ട് 4 അമ്പലത്തിലേക്കും പോകാൻ പറ്റും. ഈ ഒരു അമ്പലത്തിൻ്റെ മറ്റൊരു പ്രത്യേകത വളരെ വലിയൊരു അമ്പലമാണ്. വളരെ വലിയൊരു അമ്പലം എന്ന് പറഞ്ഞാൽ 4 മതിലെന്നൊക്കെ പറയുന്നത് വലിയ അമ്പലം. കേറി നോക്കുമ്പോൾ അയ്യോ! ഇത്രയും വലിയ അമ്പലം എന്നൊക്കെ ഒരു ആശ്ചര്യം വരത്തില്ലേ? അതാണ് ഈ ഒരു അമ്പലത്തിൻ്റെ ആർക്കിടെക്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അതുമാത്രമല്ലാതെ ഈ ഒരു അമ്പലത്തിലാണ് ഞാൻ കണ്ടതിൽ വെച്ച് ഈ 4 അമ്പലത്തിൽ ഏറ്റവും വലിയൊരു കുളം സ്ഥിതി ചെയ്യുന്നത്. അതായത് 4 ദിക്ക് പറയുവാണെങ്കിൽ തൃശ്ശൂരിലുള്ള മഹാദേവ ക്ഷേത്രം വടക്കുംനാഥൻ. ആ ക്ഷേത്രത്തിനെയൊക്കെ പോലെ വലിയൊരു ക്ഷേത്രമായിട്ട് തോന്നും. അപ്പോൾ ഒരിക്കൽ കൂടെ പറയുന്നു, മുണ്ട് മാത്രമാണ് ഈ ഒരു ക്ഷേത്രത്തിൽ അലൗഡ് ആയിട്ടുള്ളത്. പിന്നെ ഒരു വയസ്സിന് താഴെയുള്ള കുട്ടികളൊന്നും ഈ ക്ഷേത്രത്തിലേക്ക് കൊണ്ട് കയറാൻ പറ്റത്തില്ല. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഓർമ്മയിലിരിക്കണം. നാലമ്പലത്തിലേക്ക് വരുമ്പോൾ എനിക്ക് എടുത്തു പറയാനുള്ള കാര്യം വെച്ചാൽ ഈ ഒരു അമ്പലത്തിൽ ഒരു കൂത്തുപുരയുണ്ട്. അതായത് ചാക്യാർ കൂത്ത് നടക്കുന്ന കൂത്തുപുരയുണ്ട്. അപ്പോൾ ഈ കൂത്ത് മണ്ഡപം എന്നൊക്കെ നമ്മൾ പറയുന്ന ഈ കൂത്തുപുരയിൽ നാലമ്പല യാത്ര തുടങ്ങുന്നതിന് 41 ദിവസത്തിന് മുമ്പ് ചാക്യാരിൻ്റെ കൂത്ത് എല്ലാ ദിവസവും വൈകുന്നേരം അവിടെ നടത്തി വരുന്നുണ്ട്. ചാക്യാർ കൂത്ത് അങ്ങനെ നടത്തണമെന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ തുടക്കത്തിൽ ഒരു പാട്ട് കേൾപ്പിച്ചല്ലോ. ആ പാട്ടിൽ ഈ ഒരു അമ്പലത്തിനെക്കുറിച്ച് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ആ പാട്ട് കേൾക്കാത്തതായിട്ട് വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ കാണുള്ളൂ. സോ ഞാൻ അന്ന് മുതലേ ഈ കൂടൽമാണിക്യ സ്വാമി ആരാണ്? അല്ലെങ്കിൽ കൂടൽമാണിക്യ ക്ഷേത്രം എവിടെയാണെന്നറിയാൻ എനിക്ക് ഒരുപാട് ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു. അങ്ങനത്തെ ക്യൂരിയോസിറ്റി എനിക്ക് ഇന്ന് ഇവിടെ ഈ ഒരു ക്ഷേത്രത്തിൽ വന്ന് തൊഴുതപ്പോൾ എനിക്ക് അവസാനിച്ചു. പിന്നെ എനിക്ക് എടുത്തു പറയാനുള്ള ഏറ്റവും വലിയ പ്രത്യേകത ഞാൻ ഇന്ന് വരെ പോയിട്ടുള്ളതിൽ എനിക്ക് അറിയാവുന്നുള്ളതിലും കേരളത്തിൽ വളരെ ചുരുക്കമായിട്ടുള്ള ഒരു പ്രത്യേകത ഈ ഒരു അമ്പലത്തിലുണ്ട്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭരതസ്വാമിയുടെ അല്ലാതെ വേറെ ഒരു പ്രതിഷ്ഠയും ഈ ഒരു അമ്പലത്തിലില്ല. വേറെ ഒരു പ്രതിഷ്ഠയില്ല. സാധാരണ നമ്മുടെ അമ്പലത്തിൽ പോകുമ്പോഴത്തേക്കും നമുക്ക് ഗണപതിയുടെ അതായത് ഉപദേവ പ്രതിഷ്ഠ ഉണ്ടായിരിക്കും. അതായത് ഗണപതി അവിടെ കാണും. അല്ലെങ്കിൽ ദേവി അവിടെ കാണും. അല്ലെങ്കിൽ ശാസ്താവ് അവിടെ കാണും. അല്ലെങ്കിൽ ശിവനോ വിഷ്ണുവോ കൃഷ്ണനോ ആരെങ്കിലും കാണും. പക്ഷേ ഈ എൻ്റയർ കോമ്പൗണ്ടിനകത്ത് ഒരു ഉപദേവത പ്രതിഷ്ഠയില്ലാത്ത കേരളത്തിലെ വളരെ ചുരുക്കം അല്ലെങ്കിൽ ഒരേ ഒരു അമ്പലം. കാരണം എൻ്റെ അറിവിൽ ഞാൻ വേറെ കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഒരേ ഒരു അമ്പലം എന്ന് പറഞ്ഞത്. നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഞാൻ പോയിട്ടില്ല. ഞാൻ ഞാൻ അവിടുന്ന് അറിഞ്ഞതെന്ന് പറയുന്നത് വേറെ ഒരു പ്രതിഷ്ഠയില്ല. പിന്നെ ഗണപതിയെ പ്രതിഷ്ഠിക്കാതെ നമുക്കൊരു അമ്പലം അല്ലെങ്കിൽ ഒരു പൂജ ഒന്നും നമുക്ക് നടത്താൻ പറ്റത്തില്ല. അതുകൊണ്ട് ഈ ഒരു അമ്പലത്തിൻ്റെ കോമ്പൗണ്ടിൻ്റെ വെളിയിലായിട്ട് ഈ ഒരു അമ്പലത്തിൻ്റെ തന്നെ ഗണപതി ക്ഷേത്രമുണ്ട്. അതായത് ഗണപതിയുടെ പ്രതിഷ്ഠ ഈ ഒരു കോമ്പൗണ്ടിൻ്റെ പുറത്താണ് ഉള്ളത്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് കറക്റ്റായിട്ടുള്ളൊരു ഉത്തരം എനിക്കറിയില്ല. പക്ഷേ എൻ്റെ ഒരു അറിവിൽ വെച്ച് ഞാൻ പറയുവാണെങ്കിൽ ഭരതസ്വാമി എന്ന് പറയുന്നത് ശ്രീരാമൻ്റെ കടുത്ത ഭക്തനായിരുന്നു. അതായത് ശ്രീരാമനെ കഴിഞ്ഞ് വേറെ ആരും ഉള്ളൂ എന്നാണ് അദ്ദേഹം ചിന്തിച്ചിരുന്നത്. അല്ലെങ്കിൽ അദ്ദേഹം അങ്ങനെയാണ്. അതുകൊണ്ടാണ്
ശ്രീരാമസ്വാമി ഈ വനവാസത്തിന് പോയ സമയത്ത് ഭരതരാജാവ് നേരെ വന്ന് ശ്രീരാമസ്വാമിയെ കണ്ടിട്ട് ശ്രീരാമന്റെ പാദങ്ങൾ, അതായത് പാദത്തിലിട്ടിരുന്ന 2 മെതിയടി ചെരുപ്പ് വാങ്ങി കൊണ്ടുപോയി രാജാവിന്റെ ഈ ഒരു കസേരയിൽ, അതായത് രാജാവ് ഇരിക്കുന്ന ആ ഒരു കസേരയിൽ വച്ച് രാജ്യം ഭരതരാജാവ് നോക്കിയായിരുന്നു. അങ്ങനെയാണ് നമ്മുടെ രാമായണത്തിൽ പറയുന്നത്. അത്രയ്ക്ക് ശ്രീരാമസ്വാമി അല്ലാതെ വേറെ ആരും തനിക്ക് വേണ്ട, അല്ലെങ്കിൽ വേറെ ആരും ശ്രീരാമനെ കഴിഞ്ഞിട്ടേ ഉള്ളൂ എന്നുള്ള ഒരിതായിരിക്കാം. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും വേറെ ഒരു പ്രതിഷ്ഠയില്ലാത്തത്. അതാവാനും കാരണമുണ്ട്. സോ, നിങ്ങൾക്കറിയാമെങ്കിൽ, നിങ്ങൾക്ക് അതിൻ്റെ കറക്റ്റ് കാര്യം അറിയാമെങ്കിൽ ഒന്ന് നോട്ട് ചെയ്തേക്കാം. ഞാൻ പിൻ ചെയ്ത് വച്ചേക്കാം. ഗണപതി അമ്പലത്തിൻ്റെ മറ്റൊരു പ്രത്യേകത, ഗണപതി അമ്പലത്തിൻ്റെ വെളിയിലാണ് തേങ്ങ ഉടയ്ക്കുന്നത്. സാധാരണ ഗണപതി അമ്പലത്തിൽ പോകുമ്പോൾ മെയിനായിട്ട് അകത്ത് വയ്ക്കാറാണ് പതിവ്. ഞാൻ ചില അമ്പലങ്ങൾക്ക് അകത്ത് കണ്ടിട്ടുണ്ട്. വളരെ കുറച്ച് അമ്പലങ്ങളിൽ മാത്രമേ പുറത്ത് ഞാൻ കണ്ടിട്ടുള്ളൂ. പിന്നെ അമ്പലം എന്ന് പറയുന്നതിനുള്ളിൽ ഈ ഒരു ഗണപതി പ്രതിഷ്ഠ ഓപ്പൺ ആയിട്ടാണ് ഈ ഒരു അമ്പലത്തിൽ ഇരിക്കുന്നത്. അതും മറ്റൊരു പ്രത്യേകതയാണ്. അതായത് അകത്ത് വേറെ ആം, മൂടിയോ കാര്യങ്ങളോ ഒന്നുമല്ല. ഓപ്പൺ ആയിട്ട് ഗണപതി പ്രതിഷ്ഠ ഈ ഒരു അമ്പലത്തിലുണ്ട്. അപ്പം ഭരതസ്വാമിയുടെ ഈ ഒരു രണ്ടാമത്തെ അമ്പലം, നാലമ്പല ദർശനത്തിൽ രണ്ടാമത്തെ ഈ ഒരു അമ്പലവും കഴിഞ്ഞിരിക്കുകയാണ്. ഇനി മൂന്നാമത്തെ അമ്പലത്തിലേക്കാണ് പോകുന്നത്. ഇവിടെ ഒരു ചെറിയൊരു കാര്യമുണ്ട്. അതായത് മൂന്നാമത്തെ അമ്പലം എന്ന് പറയുന്നത് ലക്ഷ്മണ ക്ഷേത്രമാണ്. പക്ഷേ ലക്ഷ്മണ ക്ഷേത്രം കുറച്ച് ദൂരെ ആയതിനാൽ നമ്മൾ തൊട്ടടുത്ത ഒരു 5 കിലോമീറ്റർ അല്ലെങ്കിൽ 6 കിലോമീറ്ററിന് അടുത്തുള്ള ശത്രുഘ്ന ക്ഷേത്രത്തിലും കൂടെ കയറിയിട്ടാണ് അങ്ങോട്ട് പോയത്. സോ, നിങ്ങൾ അതും കൂടെ ഒന്ന് നോട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഏത് അമ്പലത്തിലേക്കാണ് പോവേണ്ടതെന്ന്, അതായത് അടുത്തുള്ള ശത്രുഘ്ന ക്ഷേത്രത്തിലാണോ അതോ കുറച്ച് ദൂരെയുള്ള ലക്ഷ്മണ ക്ഷേത്രത്തിൽ പോയി തൊഴുതിട്ട് തിരിച്ച് വന്ന് ശത്രുഘ്ന ക്ഷേത്രത്തിൽ തൊഴണമെന്നാണോ നിങ്ങൾ തീരുമാനിക്കുന്നത്.